ഹീറോയെ വിട്ടിട്ട് സൂഞ്ചയെ പുറത്തിറങ്ങിയതും ദേ ബാക്കു മുമ്പിൽ നിൽക്കുന്നു. അവര് ഞാൻ ഇപ്പോ ജസ്റ്റ് നിന്റെ പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കുവിന് അവന്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവന്റെ മോഡ് തന്നെ മാറും, നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞതും സൂഞ്ചയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. നിനക്കിപ്പോഴും യൂണിയനിൽ ചേരാൻ ഒരു ഐഡിയയും ഇല്ല, നിങ്ങളുടെ സ്കൂൾ ഒഴികെ എല്ലാവരും അതിൽ ചേർന്നല്ലോ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോയി. ബാക്കുവും നേരെ ഹീറോയുടെ അടുത്ത് പോയി. നിന്നെ അവൻ എന്തെങ്കിലും ചെയ്തോ, എല്ലാം എന്നെ കൊണ്ടാണ്, സോറി എന്ന് പറഞ്ഞു. ഹീറോക്ക് നെവർ മൈൻഡ് ആണ്. ആ യൂണിയന്റെ ലീഡറായ നാബേഗ് ജിന്നും ഹീറോയുടെ പോലെ തന്നെ ഭയങ്കര ഇന്റലിജന്റ് ആണ്. ചെറിയ ടൈം കൊണ്ട് തന്നെ ഏതൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യും. നാഷണൽ ലെവലിൽ വരെ അവനക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ യൂണിയന് ചേരാൻ പറ്റാത്ത ദേഷ്യത്തിൽ ഹ്യൂമനും അവന്റെ ഗാങ്ങിനെയും കൂട്ടി നാബേഗ് ജിൻ ഒറ്റക്ക് നിൽക്കുമ്പോൾ അവന്റെ പിന്നാലെ ഫോളോ ചെയ്തു വന്നു. പക്ഷെ ഒറ്റക്ക് വന്ന അവന് മോൺസ്റ്റർ ആയിരുന്നു. സിമ്പിളായി അവരെ എല്ലാവരെയും അടിച്ചു ഒതുക്കാൻ തുടങ്ങി. ആർക്കും അവനെതിരെ ഒരു ചാൻസും ഇല്ല. ബാക്കു ആൻസുയുടെ പോലെ ഭയങ്കര ഫുഡിയാണ്. എപ്പോഴും ഫ്രണ്ട്സിനെയും കൂട്ടി അവന്റെ അച്ഛനും ഒരു ബ്രോസ്റ്റ് കട നടത്തുന്നുണ്ട്. അവിടേക്ക് കഴിക്കാൻ പോകും. ഓസിക്ക് തിന്നാൻ വരുന്ന അവനെയും അച്ഛൻക്ക് തീരെ ഇഷ്ടമില്ല. ഹീറോയെ എപ്പോഴത്തെയും പോലെ ആൻസുവിനെ ആശുപത്രിയിൽ കാണാൻ പോയി. രാവിലെ സംഭവിച്ചതിനെ കുറിച്ച് ചിന്തിച്ച ബാക്കു, നീ സേഫായി വീട്ടിലേക്ക് എത്തിയോ, നിന്റെ പിന്നാലെ ആരും ഫോളോ ചെയ്ത് വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഹീറോക്ക് കോൾ ചെയ്തു. ഞാൻ സേഫായി വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് കട്ടാക്കിയതും സുഞ്ച അവനെ ഫോളോ ചെയ്ത് വന്നിരുന്നു. ഓ, അപ്പോ ഇവന്റെ ലൈഫാണോ നീ നശിപ്പിച്ചത് എന്ന് ചോദിച്ചു. കൂടാതെ നീ അവരുമായിട്ടുള്ള കമ്പനി വിട്ടില്ലെങ്കിൽ ആൻസുവായി ഇടക്കിടക്ക് ഞാൻ ഇതുപോലെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അവന്റെ ഫുൾ ഹിസ്റ്ററിയും സൂഞ്ചയെ മനസ്സിലാക്കിയിരുന്നു. അവനും ആ ഗ്യാങ്ങിലുണ്ടെങ്കിൽ ബാക്കുവിനെ പിന്നെ തൊടാൻ പറ്റില്ല. അവന് ഹീറോയെ ലീഡറായ നാബേഗ് ജിന്നിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്കൊരു ക്ലബിന്റെ അകത്താണ് അവരുടെ സങ്കേതം. അത്ര പേരുണ്ടായിട്ടും ഹീറോ ഡയറക്റ്റായി ലീഡറിന്റെ അടുത്തേക്ക് പോയി. നീ എങ്ങാനും സുഹോയെ ഇനി പോയി കണ്ടു എന്ന് അറിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അതിനവനും നീ അവരുമായിട്ടുള്ള കമ്പനി നിർത്തിയാൽ ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ലീഡറായ സൂഞ്ചയെ വിളിച്ച് നീ ബാക്കുവിന്റെ അച്ഛന്റെ റെസ്റ്റോറന്റിലേക്ക് പിള്ളേരെ അയച്ചോ എന്ന് ചോദിച്ചു. അതേസമയം ബാക്കുവിന് പോലീസിന്റെ അടുത്ത് നിന്ന് കോൾ വന്നു. കാരണം അവന്റെ അച്ഛനെയും സ്റ്റുഡൻസിന് ആൽക്കഹോൾ കൊടുത്തു എന്ന് പറഞ്ഞ് ആ ഗ്യാങ്ങിലുള്ള പിള്ളേരെ വെച്ച് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരുന്നു. അതിലൊരുത്തനോ നാബാഗ് ജിന് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി. അതേസമയം അവന്റെ അടുത്ത് നിന്ന് കോൾ വന്നു. നീ എവിടെയാണടാ എന്ന് ചോദിച്ചതും രാവിലെ കാണാം, ഞാൻ അഡ്രസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹീറോയും പഴയ പോലെ തന്നെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാബാഗ് ജിനെ ഞാൻ കണ്ടിരുന്നു എന്ന കാര്യം അവരുടെ അടുത്ത് പോയി പറഞ്ഞു. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നോ, അവരുമായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളതെന്നോ ഒന്നും എനിക്കറിയണ്ട, എന്നെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നാലെ വന്ന ജുണ്ടയുടെ അടുത്തു അവൻക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ വരുന്നതെന്ന് പറഞ്ഞ് അവനെ ബാഡാക്കി. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും മറ്റേ ആ തെരുവിലൂടെ നടന്നതും യൂണിയന്റെ ആൾക്കാരും യൂങ്ജങ് ഹൈസ്കൂളിന്റെ യൂണിഫോം ഇട്ട് വരുന്ന ഹീറോയെ കണ്ടതും തടഞ്ഞു വെച്ചു. പക്ഷെ അവനെ ഒന്നും ചെയ്യരുതെന്ന് ലീഡറായ നാബേഗ് ജിൻ എല്ലാവർക്കും ഓർഡർ കൊടുത്തിരുന്നു. വേറെ ഒരു സൈഡിൽ ബാക്കുവും സൂക്ഷിച്ച് വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞ് ജൂണ്ടയും ഗോട്ടകിനെയും ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞയച്ചിരുന്നു. അവര് ഒറ്റക്കായി എന്ന് കണ്ടതും സൂഞ്ചയെ അങ്ങോട്ട് വന്നു. അവർ രക്ഷപ്പെടുമോ? കാണാം അടുത്ത പാർട്ടിൽ.